ഔദ്യോഗിക വസതിയിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ കേസിൽ ഡൽഹി ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടി വന്നേക്കും. ജൂലൈയിൽ തുടങ്ങുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ജഡ്ജിക്കെതിരെ ഭരണകക്ഷി ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരുമെന്നാണ് സൂചന. സുപ്രീം കോടതി നിയോഗിച്ച 3-അംഗ ആഭ്യന്തര അന്വേഷണ സമിതി ജസ്റ്റിസ് വർമ്മ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. മാർച്ച് 14-ന് ഹോളി ദിനത്തിൽ വീട്ടിൽ തീപിടുത്തമുണ്ടായപ്പോഴാണ് ജഡ്ജിയുടെ വീട്ടിൽ കണക്കിൽപ്പെടാത്ത പണം സൂക്ഷിച്ചതായി കണ്ടെത്തിയത്. വിവാദത്തെ തുടർന്ന് മാർച്ച് 20-ന് അദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. മാർച്ച് 22-നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന മുൻകൈയെടുത്ത് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഷീൽ നാഗു, ഹിമാചൽ പ്രദേശ് ചീഫ് ജസ്റ്റിസ് GS സന്ധാവാലിയ, കർണാടക ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അനു ശിവരാമൻ എന്നിവരടങ്ങിയ സമിതി സാക്ഷിമൊഴികൾ ഉൾപ്പെടെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മെയ് 3-ന് സമിതി റിപ്പോർട്ട് സമർപ്പിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജിക്കെതിരായ ഇംപീച്ച്മെന്റ് നടപടികൾക്കുള്ള ശുപാർശ സഹിതം റിപ്പോർട്ടിന്റെ പകർപ്പുകൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ചീഫ് ജസ്റ്റിസ് അയച്ചിരുന്നു. ജസ്റ്റിസ് വർമ്മയോട് രാജിവെക്കാൻ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചെങ്കിലും അദ്ദേഹം തയ്യാറായില്ല. ഏപ്രിൽ 5-നാണ് അലഹബാദ് ജഡ്ജിയായി ജസ്റ്റിസ് വർമ്മ സത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് ജുഡീഷ്യൽ ചുമതലകളൊന്നും നൽകിയിരുന്നില്ല. ചീഫ് ജസ്റ്റിസിന്റെ ശുപാർശ രാജ്യസഭാ ചെയർമാനും ലോക്സഭാ സ്പീക്കർക്കും രാഷ്ട്രപതി കൈമാറിയതായാണ് സൂചന. മുൻ ചീഫ് ജസ്റ്റിസിന്റെ റിപ്പോർട്ടിൽ ഇംപീച്ച്മെന്റിന് ശുപാർശ ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ പാർലമെന്റിൽ ഇത് സംബന്ധിച്ച പ്രമേയം കൊണ്ടുവരുമെന്നാണ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ അടക്കം പിന്തുണ ഉറപ്പിക്കാനാണ് ഭരണകക്ഷിയുടെ ശ്രമം. ജൂലൈ 3-ാം വാരത്തിലാകും വർഷകാല സമ്മേളനം തുടങ്ങുക.